ഓക്കെ ഗൈസ്, ഇതുണ്ടില്ലേ ഇവിടെ ഞാന് ഒരു പുതിയ ബൈക്കൊക്കെ മേടിച്ചുട്ടാ. ഇത് പിന്നെ ഏതാ ബൈക്കെന്ന് കുറെ പേർക്ക് മനസ്സിലായിണ്ടാവും. ഇതാണ് കവാസക്കി നിഞ്ച H2. സംഭവം നൈസ് ബൈക്കാണ് ട്ടാ, ഒരു രക്ഷയില്ല. ഈ ബൈക്കിന് ഭയങ്കര സ്പീഡാണ്. ഇത് പക്ഷേ സാധാരണ നിഞ്ചല്ല, ഇതൊരു മോഡിഫൈഡ് നിഞ്ചയാ. ഇതുണ്ടില്ലേ ഒരു ഗോൾഡൻ ബൈക്കാണ്, അതും ഒറിജിനൽ ഗോൾഡാ. അതും ഏതായാലും നൈസായിണ്ട്. ഞാൻ പിന്നെ ഈ ബൈക്കില് അത് അകത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്തു. പറയാൻ പറ്റില്ല, പുറത്ത് പാർക്ക് ചെയ്താലേ ആരെങ്കിലും ഈ ബൈക്ക് അടിച്ചു മാറ്റേ. അതുകൊണ്ട് ഞാൻ ഈ ബൈക്ക് അകത്ത് പാർക്ക് ചെയ്തു. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ നമുക്ക് കുറച്ചേരം ടി വി കാണാം. ടി വിയിൽ എന്തൊക്കെ പരിപാടിയുള്ളതെന്ന് നമുക്ക് നോക്കി നോക്കാം. അല്ല, ഇതെന്തത്? ഇവിടെ ഒരാളെന്നെ വണ്ടി ഇടിച്ചു കൊന്നൂലോ. ഒരു മിനിറ്റ്, ഇത് നമ്മുടെ രാജുട്ടനല്ലേ? ഗൈസ് ഇതാണില്ലേ, നമ്മുടെ രാജുട്ടനെ ആരോ വണ്ടി ഇടിച്ചു കൊന്നു. എന്നാലും ഇതാരണോ ഈ പണി ഒപ്പിച്ചേ? അവരെ എന്തായാലും ഞാൻ വെറുതെ വിടില്ല. ഇതണ്ടില്ലേ, ഇവരിപ്പോ ജംഗിളിലേക്ക് പോയിണ്ട്. ജംഗിളില് ഒരു മാൻഷൻ ഇല്ലേ, അങ്ങോട്ടേക്ക് അവര് വന്നേ. ഒരു മിനിറ്റ്, ഇവനെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഈ മാസ്ക് ഇട്ട ആളെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. ആ, ഇതാ മറ്റേ റെഡ് ക്രിമിനൽ അല്ലേ? ഇവരാണോ രാജുട്ടനെ വണ്ടി ഇടിച്ചു വന്നേ? എന്നാലും എന്തിനായിരുന്നു രാജുട്ടൻ ഇവരോട് എന്തൊട്ട് തെറ്റ ചെയ്തേ? എന്നോട് വല്ല പ്രശ്നമുണ്ടെങ്കിൽ അത് എന്നോടല്ലേ തീർക്കണ്ടേ? അതിന് രാജുട്ടനെ വണ്ടി ഇടിച്ചു കൊല്ലാണോ? എന്തൊട്ടായാലും അവര് ഞാൻ വെറുതെ വിടില്ല, അതുറപ്പാ. ആ ഗ്യാങ്ങിന് ഞാൻ മൊത്തം തീർത്തളയും. അതിനു മുൻപേ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാണ്ടാ. രാജുട്ടനെ മിക്കവാറും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. രാജുട്ടന് ഒന്നും സംഭവിക്കേണ്ടിരുന്നാൽ മതിയായിരുന്നു. A few moments later. ഓക്കെ, ഇവിടെ ഞാൻ ഹോസ്പിറ്റലിൽ വന്നേക്കാണട്ടാ. ഞാൻ പിന്നെ രാജുട്ടനെ കണ്ടു. ഭാഗ്യമുണ്ട്, രാജുട്ടൻ മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ഇവിടെയുള്ള നാട്ടുകാരെ കറക്റ്റ് ടൈമിലാ രാജുട്ടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചേ. അതുകൊണ്ട് രാജുട്ടൻ മരിച്ചിട്ടില്ല. എന്തെങ്കിലും ആവട്ടെ. പക്ഷെ എന്നാലും ആ മറ്റേ ഗ്യാങ്ങിനെ ഞാൻ വെറുതെ വിടില്ല. ആ റെഡ് ക്രിമിനൽ ഇല്ലേ, ആ ഗ്യാങ്ങിനെ ഞാൻ വെറുതെ വിടില്ല. ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും അവന്മാരുടെ കാര്യത്തിൽ തീരുമാനമാക്കും. അതിനു മുൻപ് ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കാം. പോലീസുകാർ വല്ല ആക്ഷൻ എടുക്കുമെന്ന് നോക്കി നോക്കാം. ഓക്കെ, നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വന്നേക്കാ. ഈ ബൈക്ക് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഹലോ സാറേ, അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ രാജുട്ടനെ ആരോ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ആ റെഡ് ക്രിമിനൽ ഇല്ലേ, അവരുടെ ഗ്യാങ്ങാ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചേ. സാറപ്പോൾ എന്തെങ്കിലും ചെയ്യോ? അവർക്കെതിരെ ആക്ഷൻ എടുക്കോ പ്ലീസ്? ആണോ? എന്നാ ശരി, അവർക്കെതിരെ ആക്ഷൻ എടുക്കാം. പക്ഷേ ഒരു കണ്ടീഷൻ, നീ എനിക്ക് ഒരു മോഡിഫൈഡ് സൂപ്പർ കാർ കൊണ്ടുതായോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അവർക്കെതിരെ ആക്ഷൻ എടുക്കാം. എന്തുട്ട് മോഡിഫൈഡ് സൂപ്പർ കാറാ? സാറേ, എൻ്റെ കയ്യിലിപ്പോ മോഡിഫൈഡ് സൂപ്പർ കാറൊന്നും ഇല്ല. പക്ഷേ ഈ ഒരു ബൈക്ക് ഉണ്ട്, ഇതൊരു മോഡിഫൈഡ് സൂപ്പർ ബൈക്കാണ്. അതും ഗോൾഡൻ ബൈക്കാ, ഗോൾഡൻ നിഞ്ച H2R. സാറ് തൽക്കാലം ഈ കാണുന്ന ബൈക്ക് എടുത്തോ. അതൊന്നും ശരിയാവില്ല, എനിക്ക് ഈ ബൈക്കൊന്നും വേണ്ട. എനിക്ക് വേണ്ടത് കാറാ, അതും മോഡിഫൈഡ് സൂപ്പർ കാറ്. ആണോ? എന്നാ ശരി, ഞാനിപ്പോ സാറിന് ഒരു മോഡിഫൈഡ് സൂപ്പർ കാർ സെറ്റാക്കി കൊണ്ടുവരാം. ഗൈസ്, അതെ, ഈ സാറ് പറഞ്ഞതേ സാറിന് മോഡിഫൈഡ് സൂപ്പർ കാർ വേണമെന്ന്. കാർ തന്നെ വേണം, ബൈക്ക് പറ്റില്ല എന്ന്. നിങ്ങൾക്ക് പിന്നെ അറിയാലോ, ഇവിടത്തെ പോലീസുകാരെ ഫുള്ള് കറപ്റ്റാ. ഇനിയിപ്പോ കാറ് കൊടുത്താലും ഇവര് ആക്ഷൻ എടുക്കാൻ പോണില്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെയുള്ള പോലീസുകാരെ തീർത്തളയാം. എന്നാ പിടിച്ചോ, ചാവ അങ്ങോട്ട്. തനിക്ക് സൂപ്പർ കാർ വേണല്ലേ? എടാ ജാക്കേ, നീ എന്നൊരു പണി കാണിച്ചേ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്തുട്ട് എന്നെ വെറുതെ വിടില്ല എന്നാ? നിങ്ങളതിന് ജീവനോടെ ഉണ്ടായാലല്ലേ? എന്നാ പിടിച്ചോ, ഒരൊറ്റണത്തിനും വെറുതെ വിടില്ല. ഇനിയിപ്പോ സിറ്റിയിലെ പോലീസുകാരുടെ ആവശ്യമൊന്നുമില്ല. ചാവട അങ്ങോട്ട്, ചാവ്. 5 minutes later. ഓക്കെ, ഇവിടെ ഇപ്പൊ നമ്മളെ എല്ലാ പോലീസുകാരെയും തീർത്തളഞ്ഞു, ഒരാളിനെയും ബാക്കി വെച്ചില്ല. ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് തന്നെ ചെയ്യണം. നമുക്ക് തന്നെ പോയിട്ട് റിവഞ്ച് എടുക്കേണ്ടി വരും. ഞാൻ ആദ്യം വിചാരിച്ചതേ പോലീസുകാര് വല്ല ആക്ഷൻ എടുക്കുന്ന, അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലോണ്ടായിടുന്ന വിചാരിച്ചേ. പക്ഷെ എവിടെ, അവർക്ക് മോഡിഫൈഡ് സൂപ്പർ കാർ വേണമെന്ന്, അപ്പോഴേ അവര് ആക്ഷൻ എടുക്കുള്ളൂന്ന്. എനിക്ക് പിന്നെ എന്താണാവോ, പോലീസുകാരെ അത്രയ്ക്ക് വിശ്വാസമായില്ല. ഇനിയിപ്പോ കാറ് കൊടുത്താലും അവർ ആക്ഷൻ എടുക്കില്ലേ? അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും തീർത്തളഞ്ഞു.
എന്തെങ്കിലും ആട്ടെ, ഇനിയിപ്പോൾ നമുക്കേ ആ ജംഗിളിലേക്ക് പോവാം. അവിടെയാണ് അവന്മാർ താമസിക്കണേ. എന്നിട്ട് പോയിട്ട് റിവഞ്ച് എടുക്കാം. ഗൈസ്, അതിനു മുൻപ് ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടെ. അതുമാത്രല്ല, ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കിനി നേരെ ജംഗിളിൽ പോവാം. ഓക്കെ, നമ്മളങ്ങനെ ജംഗിളിൽ വന്നേക്കാ. ഈ കാണുന്ന മാൻഷനില് ആ റെഡ് ക്രിമിനലിന്റെ ഗ്യാങ് താമസിക്കണേ. ഇതുണ്ടില്ലേ, പുറത്ത് ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടികളൊക്കെ കത്തിച്ചളയാം. ഇനിയിപ്പോൾ അവന്മാർക്ക് വണ്ടികളുടെ ആവശ്യമില്ല. ഈ കാണുന്ന ലംബോർഗിനി വെച്ചിട്ടാ അവന്മാര് രാജുടനെ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിയേ. അതും കൂടി നമ്മള് കത്തിച്ചളഞ്ഞു. എടാ ജാക്കേ, നീ ഇങ്ങോട്ടേക്ക് വന്നാ? എനിക്കറിയായിരുന്നു നീ റിവെഞ്ച് എടുക്കാനായിട്ട് എന്തായാലും ഇങ്ങോട്ടേക്ക് വരുന്നു. പക്ഷെ ഒരു കാര്യം പറയാം, നീ ഇപ്പോൾ ചെയ്തതേ വലിയൊരു തെറ്റാ. നീ ഒറ്റയ്ക്കാണ് ഇങ്ങോട്ടേക്ക് വന്നേ. നീ എന്തായാലും ഇവിടുന്ന് ജീവനോടെ പോവില്ല, അത് ഉറപ്പാ. ഇന്ന് മിക്കവാറും നിന്റെ കാര്യത്തിൽ തീരുമാനാവും. എന്തൊട്ട് എൻ്റെ കാര്യത്തിൽ തീരുമാനാവേ? അതെ, നിങ്ങൾക്കെന്നെ ശരിക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്കറിയില്ല, ഞാൻ ഈ സിറ്റിയിലെ വലിയൊരു ഗ്യാങ്സ്റ്ററാ. എനിക്കിപ്പോൾ ഗ്യാങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളെ തീർക്കാനേ ഞാൻ ഒരാൾ മതി. ചാവട അങ്ങോട്ട്, ചാവ്. നിങ്ങൾ രാജുടനെ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കൂലേ? എടാ ജാക്കേ, നീ ആൾ കൊള്ളാലോ. നീ നമ്മുടെ ഗ്യാങ്ങിനെ മൊത്തം തീർത്തളഞ്ഞൂലേ? അതെ, ഒരു കാര്യം പറയാം, നമ്മൾ വീണ്ടും വരും. വീണ്ടും കുറെ ആൾക്കാരായിട്ട് നിന്റെ അടുത്തേക്ക് വരും. ആ വായോ, 10 അല്ല, ഒരു 100 ആൾക്കാരെ കൊണ്ടുവന്നോ. അപ്പോഴും എനിക്ക് ഒരു കുഴപ്പമില്ല, എല്ലാത്തിനും തീർത്തളയും. അല്ല പിന്നെ. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ നമ്മളെ ആ ഗ്യാങ്ങിനെ തീർത്തളഞ്ഞൂട്ടാ. ആ ഗ്യാങ്ങിനെ പക്ഷെ മൊത്തത്തിൽ തീർത്തളഞ്ഞില്ല. ആ ഗ്യാങ്ങിൽ ഇനിയും കുറെ ആൾക്കാരുണ്ട്. അവർ വീണ്ടും എൻ്റെ അടുത്തേക്ക് വരുന്ന പറഞ്ഞേ. എന്തെങ്കിലും ആവട്ടെ, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. 10 അല്ല, അവര് 100 ആൾക്കാരെ കൊണ്ടുവന്നാലും എനിക്കൊരു കുഴപ്പമില്ല, എല്ലാത്തിനും തീർത്തളയും. അല്ല പിന്നെ. എന്തെങ്കിലും ആവട്ടെ ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടെ സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.